So in this video I discussed about epithelial tissue. So in the last video I had told you that about the classification of tissues. So what are the classification of tissues? That is epithelial tissue, connective tissue, nervous tissue and muscular tissue. അതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനായ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പം അതിന് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ലെയറാണ്. ചില എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ലെയറേ കാണുള്ളൂ. ചില എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ലെയേഴ്സ് ഉണ്ടായിരിക്കും. ലെയേഴ്സ് ഓഫ് സെൽസ് കവറിങ് ബോഡി സർഫസസ് ആൻഡ് ഓൾ ദി ബോഡി ക്യാവിറ്റീസ്. ഇതിനൊക്കെ കവർ ചെയ്യുന്ന ലെയേഴ്സാണ് മെയിൻലി എപ്പിത്തീലിയൽ ടിഷ്യൂ. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് സെലക്റ്റീവ് ബാരിയറാണ്. അതായത് ഇറ്റ് പെർമിറ്റ്സ് സം സബ്സ്റ്റൻസസ് ടു കം ഇൻ ആൻഡ് സബ്സ്റ്റൻസസ് ടു ഇറ്റ് ഡസ് നോട്ട് പെർമിറ്റ്. അതാണ് സെലക്റ്റീവ് ബാരിയർ എന്ന് പറയുന്നത്. ഈ പ്രൊട്ടക്ഷൻ ഫ്രം ദി ഡിഹൈഡ്രേഷൻ, കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഡാമേജ്. ഫോർ എക്സാമ്പിൾ സ്കിന്ന് അല്ലേ, സ്കിൻ നമ്മൾ എന്തിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു? ഡിഹൈഡ്രേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, എന്തെങ്കിലും കെമിക്കൽ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അതുപോലെ മെക്കാനിക്കൽ ഡാമേജിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ സെക്രീഷൻ, ഇറ്റ് സെക്രീറ്റ് സം ഓഫ് ദി കെമിക്കൽസ് ലൈക്ക് എൻസൈംസ് ആൻഡ് സെൻസറി ഫങ്ഷൻസ് ലൈക്ക് സെൻസേഷൻസ് ലൈക്ക് സ്മെൽ, ഹിയറിങ്. അപ്പോൾ അങ്ങനെയുള്ള സെൻസേഷൻസൊക്കെ ഇതൊരു ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്. ആ ട്രാൻസ്ഡ്യൂസേഴ്സാണ് ഈ സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അബ്സോർപ്ഷൻ, നമ്മളിപ്പോൾ അത് സ്കിന്നിലൊക്കെ എന്തെങ്കിലും മെഡിക്കേഷൻസോ കാര്യങ്ങളോ ഒക്കെ അപ്ലൈ ചെയ്യുവാണ്, ഇറ്റ് അബ്സോർബ്സ്. മനസ്സിലായി? അങ്ങനെയാണ്, അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ്. Now let us see the classification of epithelial tissue. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ പ്രധാനമായിട്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ എപ്പിത്തീലിയം. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്യൂഡോ സ്ട്രക്റ്റിഫൈഡ് കോളമിനാർ എപ്പിത്തീലിയം. തേർഡ് വൺ സ്ട്രക്റ്റിഫൈഡ് എപ്പിത്തീലിയം ആൻഡ് ഫോർത്ത് മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ്സ്. ഫസ്റ്റ് സിമ്പിൾ. ഈ സിമ്പിൾ എപ്പിത്തീലിയം അഗെയിൻ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു സ്ക്വാമസ്, കുബോയിഡൽ, കോളമിനാർ, മയോ എപ്പിത്തീലിയൽ സെൽസ് ആൻഡ് സെൻസറി എപ്പിത്തീലിയം. അങ്ങനെ 5 ക്ലാസ്സസ് ഉണ്ട്. ഇനി ഇതിലെ കോളമിനാർ എപ്പിത്തീലിയം ഫർദർ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു സീലിയേറ്റഡ് ആൻഡ് നോൺ സീലിയേറ്റഡ്. ഇനി നെക്സ്റ്റ് സ്യൂഡോ സ്ട്രാക്റ്റിഫൈഡ് കോളമിനാർ എപ്പിത്തീലിയം. സ്യൂഡോ ആയിട്ടുള്ള സ്ട്രാക്റ്റിഫൈഡ് കോളമിനാർ എപ്പിത്തീലിയം, അത് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സീലിയേറ്റഡ് ആൻഡ് നോൺ സീലിയേറ്റഡ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ സ്ട്രാക്റ്റിഫൈഡ് എപ്പിത്തീലിയം. അതായത് നമ്മുടെ സിമ്പിൾ പോലെ തന്നെയാണ് അതിൽ 3 പേരുകൾ. അതായത് സ്ട്രക്റ്റിഫൈഡ് സ്ക്വാമസ്, സ്ട്രക്റ്റിഫൈഡ് ക്യൂബോയിഡൽ, സ്ട്രക്റ്റിഫൈഡ് കോളമിനാർ. പിന്നെ അഡീഷണൽ ആയിട്ടൊന്നുള്ളത് ട്രാൻസിഷണൽ എപ്പിത്തീലിയം. പിന്നെ ഇതിലെ സ്ട്രാക്റ്റിഫൈഡ് സ്ക്വാമസ് ഫർദർ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു കെരറ്റിനൈസ്ഡ് ആൻഡ് നോൺ കെരറ്റിനൈസ്ഡ്. പിന്നെ ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ്സ് ആണ്. അതിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഗ്ലാൻഡ്സ് ഉണ്ട്. അതായത് എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ദിസ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ് അഗെയിൻ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട്. ഇപ്പോൾ ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻസ് ഓഫ്. So that's all about the classification of epithelium. Now we will see in detail about each classes. So first class is simple epithelium. ഈ വാക്കിൽ നിന്ന് തന്നെ അറിയാം ഇത് ഒരു സിംഗിൾ ലെയറാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ദെൻ ഇതിലെ ഫസ്റ്റ് ക്ലാസ് ഏതാണ്? ഫസ്റ്റ് ടൈപ്പ് ഇറ്റ് ഈസ് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. ഇതിന് നമ്മൾ വേറൊരു പേരുണ്ട്, പേവ്മെൻറ്റ് എപ്പിത്തീലിയം. മനസ്സിലായില്ല? പേവ്മെൻറ്റ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള എപ്പിത്തീലിയമാണ്. അപ്പം അത് ഒരു ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഇൻ്റർലോക്കിംഗ് പോളിഗോണൽ സെൽസാണ്. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഈ റിസംബിൾസ് സ്കെയിൽസ് ഓഫ് ഫിഷിൻ്റെ ചെതുമ്പലില്ലേ, ആ ചെതുമ്പൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന പോലെയാണ് ഇത് നിരത്തി വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? പിന്നെ ഇതിനൊരു ബേസൽ ലെയറുണ്ട്, അതായത് ഇതിന് ബേസൽ ലാമിന എന്ന് പറയും. അതുമായിട്ട് ഈ സെൽസ് എല്ലാം കോണ്ടാക്റ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഡിസ്കിൻ്റെ ഷേപ്പുള്ള ന്യൂക്ലിയസ് ആയിരിക്കും. അപ്പം നമ്മൾ അത് അതിലെ പുറമേക്ക് അതിങ്ങനെ ബൾജ് ചെയ്തായിട്ട് നിൽക്കുന്നത്. മനസ്സിലായില്ല? പുറമേലേക്ക് അതിൽ ഏത് സ്പേസാണ്? ഫ്രീ സ്പേസ്. ഒരു സൈഡിൽ ബേസൽ ലെയറുണ്ട്, ലാമിന ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഫ്രീ സൈസാണ്. ഫ്രീ സൈസുള്ള ഏരിയയിലേക്ക് അത് മീൻസ് ബൾജ് ചെയ്ത് നിൽക്കും. അതാണ് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. പിന്നെ ഇതിൻ്റെ പ്രധാന ഇതുണ്ട്, നമുക്ക് ഈ പിക്ചറിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഒരു ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഉണ്ട്, ഇതിനൊരു മീൻസ് ഡിസ്ക് ഷേപ്പായിട്ടുള്ള മീൻസ് ന്യൂക്ലിയസ് ആണുള്ളത്. പിന്നെ ഇത് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സെല്ലാണ്, ഒരു പോളിഗോണൽ ഷേപ്പാണ്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വാസ്കുലാർ സിസ്റ്റം.
സോ വെൻ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ വാസ്കുലർ സിസ്റ്റം വി കോൾ ഇറ്റ് ആസ് എൻഡോത്തീലിയം എന്നാണ് പറയുന്നത് അതിന് കേട്ടോ. എപ്പിത്തീലിയത്തിൽ പറയുന്ന എപ്പിത്തീലിയത്തിന് പറയുന്നതാണ് എൻഡോത്തീലിയം. അതുപോലെ ബോഡി ക്യാവിറ്റീസിലാണെങ്കിൽ നമ്മളിതിനെ എന്തെന്ന് പറയും, നമ്മൾ മെസോത്തീലിയം എന്ന് പറയും. അതേസമയം ബൗമൻസ് ക്യാപ്സുൾ കിഡ്നിയിലാണെങ്കിൽ ഉണ്ട്. ദെൻ ആൽവിയോളൈ ഇൻ ലങ്സ്. ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലൊക്കേഷൻസ്. പിന്നെ ഇതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് ആൻഡ് വാട്ടർ. ഇപ്പോൾ ആൽവിയോളയിലാണെങ്കിൽ ഇത് ഗ്യാസിനെ ഡിഫ്യൂസ് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ മീൻസ് കിഡ്നിയിലാണെങ്കിൽ വാട്ടറിനെ ഡിഫ്യൂസ് ചെയ്യും. പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബാരിയർ അല്ലേ, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം വളരെ ഹൈലി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ഓർഗനാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അതിനൊരു കവറിങ് ഉണ്ട്, അതിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്. സോ അത് ഇറ്റ് ഡസ് നോട്ട് പെർമിറ്റ് ദ അതർ മീൻസ് ഇൻഫെക്ഷ്യസ് സബ്സ്റ്റൻസസ് ഓർ എനി കെമിക്കൽസ് ടു ലെറ്റ് ഇൻ. ദെൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ്. മനസ്സിലല്ല, ഇത്രയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ്. Now next we will see about the simple cuboidal epithelium. So from the name itself you can understand what it is. അല്ലേ, ക്യൂബ് ഷേപ്പാണ്. നമ്മൾ അതുപോലെ തന്നെ ഇതിനൊരു ഇൻ ബിറ്റ്വീൻ സ്ക്വാമസിനും കോളമിനാറിനും ഇടയ്ക്കായിട്ടുള്ള ഒരു ഷേപ്പാണ് ഇതിനുള്ളത്. അപ്പോൾ സ്ക്വാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലാറ്റൻ്റ് ആണ്. അതേസമയം കോളമിനാർ എന്ന് പറഞ്ഞാൽ നല്ല ടോളായിട്ട് കോളം ഷേപ്പിലുള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ക്യൂബ് ഷേപ്പാണ് ഇതിനുള്ളത്. മനസ്സിലായി. ഇപ്പോൾ നമ്മൾ വെർട്ടിക്കലി ഇതിനെ സെക്ഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാം ഇതിനൊരു സ്ക്വയർ ഷേപ്പാണുള്ളത്. അപ്പോൾ നമ്മൾ ആ ടോപ്പ് വെർട്ടിക്കൽ സെക്ഷനിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു വെർട്ടിക്കൽ സെക്ഷനാണ് ടോപ്പ് സെക്ഷൻ. അപ്പോൾ അവിടെ എല്ലാം സ്ക്വയർ അല്ല കാണപ്പെടുന്നത്. പിന്നെ ഇറ്റ് ഹാസ് ഗോട്ട് എ മൈക്രോവില്ലെ പെർസെൻറ്റ് ഓൺ ദെയർ ഫ്രീ സർഫസസ്. മൈക്രോവില്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു ബെൻസ് ഉണ്ട്, ബെൻഡിങ് ഉണ്ട്. ഉദാഹരണമായിട്ട് അതിന് ഉദാഹരണം പറയുകയാണ്, വില്ലയുടെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സാരിയുടെ ഫ്ലീറ്റ്സ് എടുക്കുമ്പോൾ എങ്ങനെയിരിക്കും അല്ലേ, അത് അടുങ്ങി ഉള്ളിലോട്ടിരിക്കും. നമ്മൾ മേളിൽ നോക്കുവാണെങ്കിൽ ഒന്നായിട്ട് തോന്നും അല്ലേ, മേളിൽ നോക്കുക ഒന്നായിട്ട് തോന്നുക. അതേസമയം ഒന്ന് ഉയർത്തുവാണെങ്കിൽ അതിന് നല്ല നീളയില്ലേ. മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഈ മൈക്രോവില്ല്. ഇതിൻ്റെ ഈ ലെയർ ഇങ്ങനെ ഉള്ളിലേക്കുണ്ട് ഇതിൻ്റെ സർഫസ്. മനസ്സിലായി. നീട്ടുവാണെങ്കിൽ ഒത്തിരി നീളം കാണും, പക്ഷേ അടുങ്ങി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് വളരെ ചെറുതായിട്ട് ഇരിക്കും. മനസ്സിലായി. അതിനൊരു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ അബ്സോർപ്റ്റീവ് ഏരിയ വളരെ കൂടുതൽ കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഒരു അറേഞ്ച്മെൻറ്റാണ് അതാണ് മൈക്രോവില്ലെ എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ന്യൂക്ലിയസ് റൗണ്ട് ഷേപ്പിലാണ്, അത് സെൻറ്റർ ഓഫ് ദി സെല്ലിലാണത് പ്ലേസ് ആയിരിക്കുന്നത്. ദാറ്റ്സ് അബൌട്ട് ദി സിമ്പിൾ ക്യൂബോയിഡൽ. ഇനി നെക്സ്റ്റ് ഇത് ലൊക്കേഷൻ ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡക്ട്സ് ഓഫ് എസോക്രൈൻ ഗ്ലാൻസിലുണ്ട്. ദെൻ ഓവറിയിൽ, ദെൻ കിഡ്നി ട്യൂബ്യൂൾസ്, തൈറോയ്ഡ് ഫോളിക്കിൾസ്. ദെൻ ഇതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് സെക്രീഷൻ, അബ്സോർപ്ഷൻ ആൻഡ് സർഫസ് ബാരിയർ. ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ്. ഇനി നെക്സ്റ്റാണ് സിമ്പിൾ കോളമിനാർ എപ്പിത്തീലിയം. ഇതിൻ്റെ സെൽസ് എന്ന് പറയുന്നത് വളരെ ടോളാണ് അല്ലേ, നിങ്ങൾക്ക് ഈ പിക്ചറിൽ നിന്ന് തന്നെ കണ്ടാൽ മനസ്സിലാകും. വളരെ ടോളായിട്ടുള്ള സെല്ലുകളാണ്. മനസ്സിലായല്ലോ, അതിന് കോളം ഷേപ്പിലാണ്. ആൻഡ് മീൻസ് റൈറ്റ് ആംഗിൾസ് ആയിട്ടായിരിക്കും. അതിന് ബേസ്മെൻറ്റ് മെമ്പറിൽ വരുമ്പോൾ ഇതിനൊരു റൈറ്റ് ആംഗിൾ ഷേപ്പ് ആയിരിക്കും ഉള്ളത്. പിന്നെ ഇതിൻ്റെ ന്യൂക്ലിയൈ ഒരു ഇലോങ്ങേറ്റ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയാണ്. മനസ്സിലായല്ലോ. ആൻഡ് ഇത് കൂടുതൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബേസിലാണ് ഇതിൽ കൂടുതൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ബേസ് സൈഡിലാണ് കൂടുതൽ എൻ്റെ ലൊക്കേഷൻ, അല്ല മേളിലല്ല, അല്ല നടുക്കുമല്ല, ബേസിലേക്കാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനും മറ്റേതുപോലെ തന്നെ മൈക്രോവില്ലയുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് രണ്ട് തരമുണ്ട്, ഒന്ന് സീലിയേറ്റഡ് ആൻഡ് നോൺ സീലിയേറ്റഡ്. സീലിയ എന്ന് പറഞ്ഞാൽ ഈ ഹെയർ ലൈക്ക് പ്രൊജക്ഷനാണ് നമ്മളെന്തെന്ന് പറയുന്നത് സീലിയ എന്ന് പറയുന്നത്. സീലിയ പ്രസൻ്റ് ആണെങ്കിൽ നമ്മൾ ആ കോളമിനാർ എപ്പിത്തീലിയത്തിനെ എന്തെന്ന് പറയും, സീലിയേറ്റഡ് കോളമിനാർ എപ്പിത്തീലിയം. അപ്പോൾ സീലിയ ആബ്സെൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും, നോൺ സീലിയേറ്റഡ് കോളമിനാർ എപ്പിത്തീലിയം. ഓക്കെ. ഇനി ഇതിൻ്റെ ലൊക്കേഷൻ മെയിൻലി ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് കോളൻ ആൻഡ് ഓൾസോ സ്റ്റൊമക് ലൈനിങ് ദി ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആൻഡ് ഗാൾ ബ്ലാഡർ ആൻഡ് ഓൾസോ റെസ്പിറേറ്ററി ട്രാക്ട് ആൻഡ് യൂട്രൈൻ ട്യൂബ്സ്. ഇവിടെയൊക്കെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ, അബ്സോർപ്ഷൻ, സെക്രീഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ്. നൗ വി വിൽ സീ അബൌട്ട് ദി മയോ എപ്പിത്തീലിയൽ സെൽസ്, അല്ലെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് ബാസ്ക്കറ്റ് സെൽസ് എന്ന് പറയും. ഇത് യൂഷ്വലി കാണപ്പെടുന്നത് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിലാണ്. മനസ്സിലായല്ലോ. അത് അവിടെ ഒരു തിൻ ലെയറായിട്ടാണ് ഇത് കാണപ്പെടും. അതിൻ്റെ ബേസ്മെൻറ്റ് മെംബ്രെയിൻ്റെ ജസ്റ്റ് എബോവ് ആയിട്ട് ഒരു തിൻ ലെയർ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ബിനീത്തിലായിട്ട് ലൂമിനസ് സെൽസ് ഉണ്ടായിരിക്കും. ഓക്കെ. ഇതിന് ഒരു സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെൻറ്റ്സ് ഉണ്ട്.
മനസ്സിലായി, സ്റ്റാർ ഷേപ്പിലുള്ള ആക്റ്റിൻ അല്ലെ മയോസിൻ ഫിലമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാൻഡ്സ് ഒക്കെ എന്തെങ്കിലും സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കണ്ടൻസിനെ സ്ക്യൂസ് ചെയ്ത് പുറത്തേക്ക് ഇറക്കുക. അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഈ ബാസ്ക്കറ്റ് സെൽസ് അല്ലെങ്കിൽ മയോ എപ്പിത്തീലിയൽ സെൽസിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് സെൻസറി എപ്പിത്തീലിയം. ഇത് അനദർ ക്ലാസ് ഓഫ് സ്പെഷ്യലൈസേഷൻ ഓഫ് ദി എപ്പിത്തീലിയമാണ്. കവറിങ് അവർ ബോഡി സർഫസ് ദാറ്റ് സെൻസ് സ്മെൽസ്, സൗണ്ട്, സൈറ്റ് ഓഫ് ദി എക്സ്റ്റേണൽ വേൾഡ്. ഇങ്ങനെയൊക്കെയുള്ള എക്സ്റ്റേണൽ വേൾഡിലെ സെൻസേഷൻസിനെ സെൻസ് ചെയ്യാനായിട്ടാണ് എന്ത് സെൻസറി എപ്പിത്തീലിയം. പിന്നെ ഓരോ സെൻസറി എപ്പിത്തീലിയത്തിലും സെൻസറി സെൽസ് ഉണ്ട്, മനസ്സിലായി. ഈ സെൽസ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും ആൻഡ് ഈ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ത് ചെയ്യും? ഈ സിഗ്നൽസിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ ഫോമിലാക്കി. ഈ ഇലക്ട്രിക്കൽ ഫോമിലായിട്ടുള്ളതിനെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഈസി ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സെൻസറി എപ്പിത്തീലിയം. നെക്സ്റ്റ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ്. സ്യൂഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റിയൽ അല്ലാത്തതിനെയാണ് സ്യൂഡോ, അത് കള്ളത്തരം, മനസ്സിലായല്ലോ. അപ്പം ഇതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് നോക്കിയേ, ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല അടുക്ക് പോലെ തോന്നിയില്ല, പക്ഷേ ആക്ച്വലി അത് പല അടുക്കല്ല. ഇതിൽ ഓരോ സെൽസും നിങ്ങൾ ശ്രദ്ധിച്ചേ, കുറച്ച് സെല്ല് മാത്രമേ സൂപ്പർഫിഷ്യൽ വരെ എത്തുന്നുള്ളൂ. അത് പകുതിയാകുമ്പോൾ നിന്ന് പോവുക, അല്ലേ? പകുതിയാകുമ്പോൾ കട്ടായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിയസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? വളരെ പല ലെവലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലേ? ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഒരു സ്ട്രാറ്റിഫൈഡ് ആയിട്ട് നമുക്ക് തോന്നും. സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല അടുക്കുകളുള്ള പോലെ തോന്നും, പക്ഷെ പല അടുക്കുകളല്ല. അതുകൊണ്ടാണ് നമ്മളിതിനെ എന്തെന്ന് പറയുന്നത്? സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇതിലെ ഈ ചില മീൻസ് സെൽസ് മാത്രമേ ബേസ്മെൻറ്റിൽ നിന്നുള്ളൂ, മനസ്സിലായില്ല. ആ സെൽസാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇതിലും രണ്ട് തരമുണ്ട്, സീലിയേറ്റഡും ഉണ്ട്, നോൺ സീലിയേറ്റഡും ഉണ്ട്. രണ്ട് തരത്തിലുള്ള മീൻസ് സ്ട്രാറ്റിഫൈഡ് കൊളമിനാർ എപ്പിത്തീലിയം ഉണ്ട്. ഓക്കെ. ഇനി ഇതിൻ്റെ ലൊക്കേഷൻ മെയിൻലി എന്ന് പറഞ്ഞാൽ ട്രക്കിയ ആൻഡ് ബ്രോങ്കിയൽ ട്രീയിലുണ്ട്, അത് ഡക്റ്റസ് ഡിഫറൻസസിലുണ്ട്, പിന്നെ ഓഡിറ്ററി ടു ടിംപാനിക് ക്യാവിറ്റിയിലുണ്ട്, ദ നേസൽ ക്യാവിറ്റി ആൻഡ് ലാക്രിമൽ ഡക്റ്റ്, മെയിൽ യൂറിത്ര. ഇതൊക്കെ ഈ ഏരിയയിലൊക്കെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെക്രീഷൻ, അബ്സോർപ്ഷൻ, ദെൻ ലൂബ്രിക്കേഷൻ, ദെൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. ഇതാണ് പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ്: സെക്രീഷൻ, അബ്സോർപ്ഷൻ, ലൂബ്രിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇപ്പം നമ്മൾ എന്തെല്ലാം കണ്ടു? മീൻസ് സിമ്പിൾ എപ്പിത്തീലിയം, അതായത് 1 ലെയറേ ഉള്ളൂ. സൂഡോ സ്ട്രാറ്റിഫൈഡ്, അതെന്തുണ്ട്? നമുക്ക് മൾട്ടിപ്പിൾ ലെയർ ഉണ്ടെന്ന് ഫീലാക്കും, പക്ഷേ ഉള്ളി സിംഗിൾ ലെയറാണ്. ഇനി നെക്സ്റ്റ് സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ലെയറുകൾ, പല അടുക്കുകളായിട്ട് അടുക്കിയിട്ടുള്ള അങ്ങനത്തെ എപ്പിത്തീലിയത്തിന് പറയുന്ന പേരാണ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. അതിനെ അല്ലെങ്കിൽ അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് കോമ്പൗണ്ട് എപ്പിത്തീലിയം ആൻഡ് മൾട്ടി ലാമിനാർ എപ്പിത്തീലിയം എന്ന് പറയും. സോ ദേ ആർ ഫൗണ്ട് അറ്റ് സർഫസസ് സബ്ജക്റ്റ് ടു മെക്കാനിക്കൽ വെയർ ആൻഡ് tear or other potentially harmful conditions. മനസ്സിലായല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മെക്കാനിക്കൽ വെയർ ആൻഡ് ടയർ വേണ്ട ഏരിയാസ്, അതായത് മൗത്തിലേതാണ് നമ്മൾ ഒത്തിരി സാധനങ്ങളെല്ലാം ഇട്ട് ചടിച്ച് ചവച്ചൊക്കെ തിന്നും, അല്ലേ? അപ്പോൾ മൗത്ത് വളരെ സോഫ്റ്റായിട്ടുള്ള ടിഷ്യൂസ് മതിയോ? പറ്റത്തില്ല. അല്ല ഒരു ലെയർ മതിയോ? പറ്റിയല്ല. അപ്പോൾ നമ്മളൊരു നല്ല അടുക്കുകളുള്ള നല്ല കട്ടിയുള്ളത് വേണം. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിലാണ് കൂടുതലായിട്ടും ഈ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം കാണപ്പെടുന്നത്. അപ്പം അതിനെ നമ്മൾ പ്രധാനമായിട്ടും 4 തിരിച്ചിട്ടുണ്ട്: സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ്, സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ, സ്ട്രാറ്റിഫൈഡ് കോളമിനാർ ആൻഡ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം. പിന്നെ ഇതിലെ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസിനെ 2 തിരിച്ചിട്ടുണ്ട്: അത് കെരറ്റിനൈസ്ഡ് ആൻഡ് നോൺ കെരറ്റിനൈസ്ഡ്. നമ്മൾ ഓരോന്നിനും കാണാം. അതിലെ ഫസ്റ്റാണ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ്. കണ്ടോ? നിങ്ങൾ ഇതിനകത്ത് പല അടുക്കുകളുണ്ട്, അല്ലേ? ഒരു ബേസ്മെൻറ്റ് മെമ്പറൈനുണ്ട്, അതിന് എത്ര ലെയർ ഉണ്ടെന്ന് നോക്കിയേ, മനസ്സിലായല്ലോ. ഇത് കണ്ടിന്യൂസ്ലി ഇത് ഡിവൈഡ് ചെയ്തുകൊണ്ടായിരിക്കുന്നത് ഈ ബേസൽ ലെയർ, മനസ്സിലായല്ലോ. എന്നിട്ട് ഇവിടെ പക്ഷേ എന്ത് തരത്തിലുള്ള സെൽസാണ്? കോളമിനാർ ടൈപ്പിലുള്ള സെൽസാണ് ഇവിടെ കാണപ്പെടുന്നത്. പിന്നെ ഇൻ്റർമീഡിയറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബ് ഷേപ്പ് ആയിരിക്കും. പിന്നെ ഇത് മേളിലോട്ട് വരുന്നതോറും ഇത് ഫ്ലാറ്റൻഡ് ആയിട്ട് വരും, മനസ്സിലായല്ലോ. അപ്പോൾ സൂപ്പർഫിഷ്യൽ ലെയേഴ്സൊക്കെ ഫ്ലാറ്റൻഡ് ആയിരിക്കും, മനസ്സിലായല്ലോ. ദെൻ ഇതിന് ശരിക്കും ഒരു അബ്രേഷൻസൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള നല്ലൊരു കഴിവുണ്ട്. പിന്നെ ഈ ന്യൂക്ലിയൈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേളിലോട്ട് പോകുന്തോറും കണ്ടൻസ് ചെയ്തങ്ങ് ഫ്ലാറ്റ് ആകും, മനസ്സിലായല്ലോ.
ആൻഡ് 2 ടൈപ്പ് ഉണ്ട്, കെറ്റനൈസ്ഡ് ആൻഡ് നോൺ കെറ്റനൈസ്ഡ്. അതെന്താണെന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. മീൻസ് ഇത് നോൺ കെറ്റനൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇത് വെറ്റ് ഏരിയയിൽ കാണപ്പെടുന്ന സ്ട്രാക്ടിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയമാണ് നോൺ കെറ്റനൈസ്ഡ്. ഡ്രൈ ഏരിയയിൽ കാണപ്പെടുന്ന സ്ട്രാക്ടിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയമാണ് കെറ്റനൈസ്ഡ്. ഇതിലെ നോൺ കെറ്റനൈസ്ഡിലെ ഫ്ലാറ്റൻഡ് വിത്ത് ന്യൂക്ലിയാണ്. അതേസമയം കെറ്റനൈസ്ഡ് എന്താണ്? ഫ്ലാറ്റൻഡ് വിത്തൗട്ട് ന്യൂക്ലിയാണ്. പിന്നെ നോൺ കെറ്റനൈസ്ഡ് മോയിസ്റ്റ് സൂപ്പർഫിഷ്യൽ സെൽസ് ആണ്, അത് ആൻഡ് ലിവിങ് സെൽസുമാണ്. സൂപ്പർഫിഷ്യൽ സെൽസ് വളരെ മോയിസ്റ്റുമാണ്, ലിവിങ്ങുമാണ്. അതേസമയം കെറ്റനൈസ്ഡിന് ഡ്രൈ ആണ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഡെഡ്. പിന്നെ ലൊക്കേഷൻ, നോൺ കെറ്റനൈസ്ഡ് യൂഷ്വലി കാണപ്പെടുന്നത് മൗത്ത് ആൻഡ് ഈസോഫാഗസ്, എപ്പിഗ്ലോട്ടിസ് ആൻഡ് വോക്കൽ കോഡ് ആൻഡ് വജൈന. അതേസമയം ഡ്രൈ ഏരിയ ആയിട്ടുള്ള സ്കിന്നിലാണ് എന്ത് കാണപ്പെടുന്നത്? കെറ്റനൈസ്ഡ്. ഇനി ഫങ്ഷൻ, നോൺ കെറ്റനൈസ്ഡ് ഫങ്ഷൻ പ്രൊട്ടക്ഷൻ ആൻഡ് സെക്രീഷൻ. അതേസമയം കെറ്റനൈസ്ഡ് ഫങ്ഷൻ ഏതാണ്? പ്രൊട്ടക്ഷൻ മാത്രമാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം സ്ട്രാക്ടിഫൈഡ് ക്യൂബോയിഡ്. ഇതൊരു തിൻ സ്ട്രാക്ടിഫൈഡ് എപ്പിത്തീലിയമാണ്. ഇത് കൺസിസ്റ്റ് ഓഫ് 2 or 3 ക്യൂബോയിഡൽ സെൽസേ ഉള്ളൂ. ലെയർ അത്രയേ ഉള്ളൂ. 1, 2 കാണും, അല്ലെങ്കിൽ 3 കാണും, അത്രയേ ഉള്ളൂ. ഇത് സൂപ്പർഫിഷ്യൽ ലെയർ ക്യൂബായിരിക്കും. അതിൻ്റെ താഴെയുള്ള ലെയർ എന്തും ആകാം, ചിലപ്പോൾ കോളമിനാറായിരിക്കും. ഓക്കെ. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പ്രധാനമായും ഡക്ട്സ് ഓഫ് സ്വെറ്റ് ആൻഡ് എക്സോക്രൈൻ ഗ്ലാൻസിലാണ്. പിന്നെ എനോറക്ട് റീജിയൻ ഉണ്ട്. ഇതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷനാണ്. ഇനി നെക്സ്റ്റ് ഏതാണ്? സ്ട്രാക്ടിഫൈഡ് കോളമിനാർ. വളരെ റെയറായിട്ട് കാണപ്പെടുന്ന അതാണ്. പിന്നെ കോളം ഷേപ്ഡ് ആയിട്ടുള്ള സെൽസ് അറേഞ്ച്ഡ് ഇൻ ലെയേഴ്സാണ്. മനസ്സിലായല്ലോ? പിന്നെ ഇത് പ്രധാനമായിട്ട് കാണപ്പെടുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കഞ്ചൻറ്റൈവ, ദെൻ സം പാർട്ട് ഓഫ് മേൽ യൂറിത്ര ആൻഡ് ലാർജ് എക്സ്ക്രീറ്ററി ഡക്ട്സ്. ഇതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സെക്രീഷൻ, അബ്സോർപ്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇത്രയാണ് എന്ത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ട്രാക്ടിഫൈഡ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം. മീൻസ് ഇങ്ങനെ ഒരു വാക്ക് വരാൻ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രാക്ടിഫൈഡ് സ്ക്വാമസിൽ നിന്നും ഇത് സ്ട്രാക്ടിഫൈഡ് കോളമിനാർ ടൈപ്പിലേക്ക് മാറുന്ന ഒരവസ്ഥയ്ക്ക് പോലെയാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ എന്തെന്ന് പറയുന്നത്? സ്ട്രാക്ടിഫൈഡ്. കാരണം ഇത് ഡിസ്റ്റൻഡ് ആയിരിക്കുമ്പം ഇതിന് സ്ക്വാമസിൻ്റെ ഷേപ്പായി, അത് മീൻസ് റിലാക്സ് ചെയ്തിരിക്കുമ്പം അതിന് എന്തായിരിക്കും? കോളമിനാറാണ്. ഇങ്ങനെ ഒരു ചേഞ്ച് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിനെ ട്രാൻസിഷണൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഒരു 4 to 6 ലെയേഴ്സ് ഉണ്ടായിരിക്കും. ഇതിലെ ബേസിസ് സെൽസ് ആർ ക്യൂബോയിഡൽ ഓർ കോളമിനാർ. ക്യൂബല്ലേ കോളമിനാർ ആയിരിക്കും. ഇൻ്റർമീഡിയറ്റ് പോളിഹെഡ്രൽ ആയിരിക്കും. സൂപ്പർഫിഷ്യൽ ആർ ക്യൂബോയിഡൽ വെൻ റിലാക്സ്ഡ് ആൻഡ് സ്ക്വാമസ് വെൻ ഡിസ്റ്റൻഡ്. മനസ്സിലായല്ലോ? പിന്നെ ഈ സൂപ്പർഫിഷ്യൽ ലെയേഴ്സിൽ ചിലപ്പോൾ 2 ന്യൂക്ലിയസ് കാണാനുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കി, ഇതിൻ്റെ അകത്ത് ഒരെണ്ണത്തിൽ 2 ന്യൂക്ലിയസ് ഉണ്ട് കേട്ടോ. 2 ന്യൂക്ലിയസ് ഉള്ള ഒരെണ്ണമുണ്ട്. അപ്പം ബൈന്യൂക്ലിയേറ്റഡ് ആകാനുള്ള സാധ്യതകളുണ്ട്. ദെൻ സെൽ മെംബ്രെയിൻ ആർ പ്രൊട്ടക്റ്റഡ് ബൈ ഗ്ലൈക്കോപ്രോട്ടീൻ ലിപ്പിഡ് കോംപ്ലക്സ്. അത് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും. മനസ്സിലായല്ലോ? ഇനി ഇത് പ്രധാനമായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് യൂറിത്ര, യൂറിനറി ബ്ലാഡർ, യൂറിറ്റർ, കാരിയസസ്. ശരിക്കും ഇത് മീൻസ് യൂറിനറി സിസ്റ്റത്തിലാണ് ഇത് കൂടുതലായിട്ടും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായത്? ദെൻ ഇതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് പിന്നെ ഡിസ്റ്റൻസിബിൾ. ഇതിന് ഇങ്ങനെ വലുതാകാനുള്ള, ഡിസ്റ്റൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. ചുരുങ്ങാനും വികസിക്കാനുമായിട്ടുള്ള ഒരു കഴിവ് ഇതിന് ട്രാൻസിഷണൽ എപ്പിത്തീലിയത്തിലാണ്. അതുകൊണ്ടാണ് അത് യൂറിനറി സിസ്റ്റത്തിലായിരിക്കുന്നത് അല്ലേ. ബ്ലാഡറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിൻ ഫില്ലായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അത് ഡിസ്റ്റൻ്റ് ആകും. യൂറിൻ ഫില്ല് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് റിലാക്സ് ആകും. ഓക്കെ. ഇനി നെക്സ്റ്റ് വിൽ സീ അബൌട്ട് ദി ഗ്ലാൻസ്. ഓക്കെ. മൾട്ടി സെല്ലുലർ ഗ്ലാൻസ്. 2 തരത്തിലുള്ള ഗ്ലാൻസ് ഉണ്ട്. ഒന്ന് എൻഡോക്രൈൻ ഗ്ലാൻസ് ആൻഡ് എക്സോക്രൈൻ ഗ്ലാൻസ്. ഇനി മൂന്നാമതൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് പറയുന്നത് മിക്സഡ് ഗ്ലാൻസ്. ഇത് രണ്ടും ഉള്ള ഗ്ലാൻസ്. മനസ്സിലായല്ലോ? എന്താണ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് സിന്തസൈസ് സബ്സ്റ്റൻസസ് അല്ലേ, സബ്സ്റ്റൻസ് ഹോർമോൺസ് ഫോർ റിലീസ് ഇറ്റ് ഇൻ ടു ദി ബ്ലഡ് സ്ട്രീമിലേക്ക് വരും, ഓർ ഇൻ ടു ദി ക്യാവിറ്റീസ്. ബ്ലഡ് സ്ട്രീമിലേക്ക് ഡയറക്റ്റ് റിലീസ് ചെയ്യുവാണെങ്കിൽ നമ്മളതിനെ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്നും പറയും. പിന്നെ മീൻസ് ഇൻറ്റു ക്യാവിറ്റീസിലേക്കാണെങ്കിൽ നമ്മളതിനെ മീൻസ് എക്സോക്രൈൻ ഗ്ലാൻസ് എന്നും പറയും. ഓക്കെ. Now we'll see the exocrine glands. Those glands which
require ducts for their passage of secretions are known as exocrine glands. ഡക്റ്റ് വേണ്ട ഗ്ലാൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സോക്രൈൻ ഗ്ലാൻസ്, അതായത് പരോട്ടിഡ് ഗ്ലാൻഡ്. ഇതിന് നമ്മൾ ഫർദർ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, യൂണിസെല്ലുലർ ആൻഡ് മൾട്ടി സെല്ലുലർ. പിന്നെ അതുപോലെ മോർഫോളജി അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബ്രാഞ്ച് ഒന്നുമില്ല, കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ഈസ് ബ്രാഞ്ച്. അപ്പോൾ അതാണ്. ഇനി നെക്സ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. മനസ്സിലായി, ഇതിൻ്റെ പ്രോഡക്ട്സ് ഹോർമോൺസ് ഡയറക്റ്റ്ലി സെക്രീറ്റ്സ് ഇൻ ദി ബ്ലഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സെക്രീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വേറൊരു പേര് വിളിക്കുന്നുണ്ട് ഡക്റ്റ്ലെസ് ഗ്ലാൻഡ്സ്, ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻഡ്. ദെൻ ഓഫൺ ഇറ്റ് സെക്രീറ്റ്സ് ഹോർമോൺസ് വിച്ച് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദി ഹോമിയോസ്റ്റാസിസ്. ഇമ്പോർട്ടൻറ്റ് റോൾ അത് പ്ലേ ചെയ്യാറുണ്ട്. നമ്മുടെ ബോഡിയുടെ എല്ലാ ഹോമിയോസ്റ്റാറ്റിസും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഹോർമോൺസ് കൊണ്ടാണ്. അപ്പം ഇതിലെ പ്രധാന എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീനിയൽ ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, അഡ്രീനൽ ഗ്ലാൻഡ്, തൈമസ് ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. പിന്നെ പാൻക്രിയാസിന് ബോത്ത് എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ ഫങ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ. പല ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ്, മേജർ 4 ക്ലാസിഫിക്കേഷൻ. ഇതാണ് മേജർ 4 ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സിമ്പിൾ എപ്പിത്തീലിയം, സ്യൂഡോ സ്ട്രക്ടിഫൈഡ് എപ്പിത്തീലിയം, ദെൻ സ്ട്രക്ടിഫൈഡ് എപ്പിത്തീലിയം ആൻഡ് മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ്സ്. ഓക്കെ, സിമ്പിൾ എപ്പിത്തീലിയം ഫർദർ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു സിമ്പിൾ സ്ക്വാമസ്, ക്യൂബോയിഡൽ, കോളമിനാർ, then myoepithelial cells, sensory epithelium. Then pseudostratified, again it is classified into ciliated and non-ciliated. Then stratified, again it is classified into simple squamous, simple means cuboidal, simple columnar, transitional epithelium. Okay, then multicellular glands it is classified into means endocrine glands, exocrine glands and mixed glands. So, okay, thank you.